സോഷ്യൽ മീഡിയ വഴി മതവിദ്വേഷം പടർത്താൻ ശ്രമിച്ചതിന് അസം സ്വദേശി പിടിയിലായ സംഭവത്തിൽ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ. അസം മോറിഗോൺ സ്വദേശിയായ റോഷിദുൽ ഇസ്ലാമാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. ബംഗ്ലാദേശിലുള്ള ഇയാളുടെ അമ്മാവനുമായി ഫോൺ വഴിയും പാകിസ്ഥാനിലുള്ള ചില വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും പാകിസ്ഥാനിൽ നിന്ന് മാരക പ്രഹരശേഷിയുള്ള AK-47 തോക്കുകൾ വാങ്ങാൻ ശ്രമങ്ങൾ നടത്തിയതായും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പുറത്തുവരുന്നത്. മതവിദ്വേഷം മാത്രമായിരുന്നില്ല ഇയാളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇയാളുടെ ഉദ്ദേശശുദ്ധി അളക്കേണ്ടിയിരിക്കുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്നും മാരക പ്രഹരശേഷിയുള്ള AK-47 അടക്കം ഇന്ത്യയിലെത്തിക്കാൻ ഇയാളുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്താണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഭാരതത്തിൽ ഇയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? അസം സ്വദേശിയാണ്. അസം മൊറിഗോൺ സ്വദേശിയായിട്ട് റോഷിദുൽ ഇസ്ലാമിനെയാണ് കഴിഞ്ഞ ദിവസം തൃശൂർ കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ മതസ്പർദ്ധ വളർത്തുന്ന ബംഗ്ലാദേശിലെ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മതസ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകൾ ഇടുന്നു എന്ന ഒരു പരാതിയെ തുടർന്ന്, അല്ലെങ്കിൽ അത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നടത്തിയിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അതായത് ഈ ഒരു അക്രമം നടത്തുന്ന വേണ്ടി അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നത്. പാകിസ്ഥാനിലുള്ള ഇയാളുടെ സുഹൃത്തുക്കളുമായിട്ട് നിരന്തരം ഇയാള് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശിലുള്ള ഇയാളുടെ അമ്മാവനുമായിട്ട് സ്ഥിരം ഫോണിലൂടെ അല്ലെങ്കിൽ നമ്പറിലൂടെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളൊരു തെളിവ് പോലീസിന് ലഭിക്കുകയും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തതോടുകൂടിയാണ് AK-47 അടക്കമുള്ള മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഈ ഇന്ത്യയിലേക്ക് എത്തിക്കാനും ഒപ്പം അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തിയതിന്റെ തെളിവുകൾ, വ്യക്തമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈപ്പമംഗലം പോലീസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് പിന്തുണയുണ്ടോ, മറ്റാരെങ്കിലും ഇത്തരം ആയുധങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഇയാളെ സമീപിച്ചിട്ടുണ്ടോ, ഒപ്പം ഇയാള് ജോലിക്ക് നിന്ന സ്ഥാപനത്തിലെ അല്ലെങ്കിൽ അതിന്റെ ഉടമയുടെ ഉദ്ദേശശുദ്ധി അടക്കം പോലീസ് ഇപ്പം അന്വേഷിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഒരു പ്രധാന കാര്യം, ഈ വിഷയം ദേശസുരക്ഷയെ ബാധിക്കുന്ന, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ NIAയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് പോലീസിന്റെ കയ്യിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിയും തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര ഇന്റലിജൻസും ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇയാളുടെ കൂട്ടാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇയാളെ ആരാണ് ഇവിടെ എത്തിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഇന്റലിജൻസും നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അശ്വതി. സാനു, ഇയാളിൽ നിന്നും നിലവിൽ സംശയാസ്പദമായി എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടോ പോലീസ്? അശ്വതി, നിലവിൽ സംശയാസ്പദമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇയാൾ നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിരന്തരം പാകിസ്ഥാനിലുള്ള സുഹൃത്തുക്കളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. ഈ പാകിസ്ഥാനിലുള്ള സുഹൃത്തുക്കളുമായി ഇയാൾ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെ അവരുടെ സംഭാഷണങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് ആയുധം കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ ഉറച്ചു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം വിഷയങ്ങളിലായിരുന്നു ഇയാൾ കൂടുതൽ സംസാരിച്ചിരുന്നതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇയാളുടെ സമൂഹ മാധ്യമ, അതായത് മെസ്സഞ്ചർ വഴിയാണ് കൂടുതലും ചാറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ആ ചാറ്റുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് AK-47 ഇയാൾക്ക് ആവശ്യമുണ്ട്, ഈ അസം സ്വദേശിക്ക് ആവശ്യമുണ്ടായിരുന്നു. മോറിഗോൺ സ്വദേശിയായിട്ടുള്ള റോഷിദുൽ ഇസ്ലാം പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് AK-47 ആണ്. ഒപ്പം തന്നെ കൈത്തോക്കുകളും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. അത് എങ്ങനെ കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റും, ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറ്റും, അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലായിരുന്നു ഇയാൾ കൂടുതലും അന്വേഷിച്ചിരുന്നു. ഒപ്പം തന്നെ ഇതിന്റെ പല പാർട്സുകളാക്കി കൊണ്ടുവന്നാൽ അത് കൂട്ടിയോജിപ്പിക്കുന്ന കാര്യങ്ങളിൽ പോലുമുള്ള കാര്യങ്ങൾ ഇയാൾ ചാറ്റുകളിൽ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഭീഷണി ഉളവാക്കുന്ന കാര്യമാണ്. തീർച്ചയായും സാനു, അത് തന്നെയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്തായാലും പുറത്തു വരുന്നത്. ഈ അസം സ്വദേശി പിടിയിലായ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നു. പാകിസ്ഥാനിൽ നിന്നും മാരക പ്രഹരശേഷിയുള്ള AK-47 അടക്കം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഉള്ളൊരു നീക്കം നടന്നിരുന്നു. എന്തായാലും ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം അതെന്തായിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്നത്. സാനുവാണ് വിവരങ്ങൾ നൽകിയത്.